തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവജാത ശിശുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ മാതാവായ ഷംനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കാരണം തനിക്ക് 2 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുണ്ടെന്നും ഒരു കുട്ടിയെ നോക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നും അതിനാലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നുമാണ് ഷംന പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഗർഭിണിയാണെന്ന വിവരം ഭർത്താവ് അൽത്താഫിനെയോ വീട്ടുകാരെയോ ഷംന അറിയിച്ചിരുന്നില്ല. പ്രസവത്തിന് പിന്നാലെ അവശനിലയിലായ ഷംനയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൽത്താഫ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കുഞ്ഞിനെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ഡോക്ടർ പോലീസിനെ വിവരമറിയിച്ചതോടെയാണ് ക്രൂരത പുറം ലോകം അറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ആര്യങ്കോട് SHO KP വിനോദ് വ്യക്തമാക്കിയിട്ടുണ്ട്. തലസ്ഥാനം ഞെട്ടലോടെയാണ് കാട്ടാക്കടയിൽ നവജാത ശിശു മരിച്ച സംഭവം കേട്ടത്. കഴിഞ്ഞ ഏപ്രിൽ 5 ഞായറാഴ്ച രാവിലെ നടന്ന പ്രസവത്തിന് പിന്നാലെയാണ് കുഞ്ഞ് മരണപ്പെട്ടത്. പ്രസവം നടന്ന വിവരം വീട്ടുകാരെ അറിയിക്കാതെ രഹസ്യമായി വെച്ച ഷംന കുഞ്ഞിനെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. അവശനിലയിലായ ഷംനയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് 1:26 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളും ചതഞ്ഞ പാടുകളും ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിച്ചതോടെയാണ് സംഭവത്തിൽ ദുരൂഹതയേറിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കുഞ്ഞിന്റെ മരണം ശ്വാസം മുട്ടിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് 21 വയസ്സുകാരിയായ ഷംനയ്ക്കെതിരെ കൊലപാതകത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. താൻ ഗർഭിണിയാണെന്ന വിവരം ഭർത്താവോ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ലെന്നാണ് യുവതിയുടെ പ്രാഥമിക മൊഴിയെങ്കിലും ആര്യൻകോട് പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ പ്രസവത്തെ തുടർന്നുള്ള അമിത രക്തസ്രാവം മൂലം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലായിരുന്നു ഷംന. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതോടെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. സംഭവത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ എണ്ണം കുറച്ചു കാലങ്ങളായിട്ട് കൂടി വരുന്നുണ്ടെന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പിയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. രായനെല്ലൂർ ക്ഷേത്രത്തിനടുത്താണ് നവജാത ശിശുവിനെ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ചുനാൾ മുൻപ് തിരുവല്ലയിലെ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കുറ്റൂർ മനക്കച്ചിറ റോഡിൽ റെയിൽവേ അടിപ്പാതയ്ക്കടുത്തുള്ള തട്ടുകടയിലാണ് പുലർച്ചെ 4 മണിയോടെ കുഞ്ഞിനെ കണ്ടെത്തിയത്. തട്ടുകട തുറക്കാനെത്തിയ ഉടമ ജയരാജനാണ് കുഞ്ഞിനെ ആദ്യം കണ്ടത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ആംബുലൻസിലൂടെ കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. തട്ടുകടയുടെ പിന്നിലെ വീട്ടിലാണ് ജയരാജനും ഭാര്യ ഇന്ദുവും താമസിക്കുന്നത്. കട തുറക്കാനായി ലൈറ്റ് ഇട്ടപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതെന്ന് കടയുടമ ജയരാജൻ പറഞ്ഞിരുന്നു. ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോൾ കുഞ്ഞിനെ കാണുകയായിരുന്നുവെന്നും ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കൊച്ചുമകനെ വിളിച്ച് വിവരം അറിയിച്ചതായും അദ്ദേഹം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കൊച്ചുമകൻ സ്ഥലത്തെത്തി കുഞ്ഞിനെ പരിശോധിക്കുകയായിരുന്നുവെന്നും ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടുകടയുടെ വാതിൽക്കലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതെന്നും കുഞ്ഞ് ഏറെ തണുത്തു വിറച്ച നിലയിലായിരുന്നുവെന്നും ജയരാജന്റെ ഭാര്യ ഇന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള കാരണം വ്യക്തമല്ല. കുടുംബ പ്രശ്നങ്ങളോ വഴിവിട്ട ബന്ധങ്ങൾ എന്നിവയൊക്കെ കാരണങ്ങളായി പലരും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.